പത്തനംതിട്ട നഗരസഭയ്ക്കു കീഴിലെ ശബരിമല ഇടത്താവളത്തിന് കാവലാളാവുകയാണ് ചിന്നു എന്ന നായ. കഴിഞ്ഞ 5 വർഷക്കാലമായി ചിന്നു ഇടത്താവളത്തിലുണ്ട്. ചെറുപ്രായത്തിലാണ് ചിന്നു ഇവിടെ എത്തിയത്. പിന്നീട് അവളെ ഇടത്താവളത്തിലുള്ളവർ എടുത്തു വളർത്തി. ചിന്നു എന്ന് പേരുമിട്ടു. ഇന്നു ചിന്നു എല്ലാവരുടെയും കാവലാളാണ്. ചിന്നു എപ്പോഴും ഇവിടെ ഉണ്ടാകും. മറ്റൊരിടത്തേക്കും പോകില്ല. ഭക്ഷണവും ഉറക്കവുമെല്ലാം ഇടത്താവളത്തിൽ തന്നെ. തിരക്ക് വർദ്ധിക്കുമ്പോൾ അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അനുസരണയോടെ ഇടത്താവളത്തിന് പിന്നിൽ പോയി കിടക്കും. ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിയുന്നതോടെ വീണ്ടും കാവലിഞ്ഞെത്തും. സ്ഥിരമായി എത്തുന്ന അയ്യപ്പ തീർത്ഥാടകർക്ക് ഇവൾ സുപരിചിതയാണ്. 6 മാസമായപ്പം അവിടെ വന്നതാണ്. ഇപ്പോൾ 5.5 വയസ്സോളം ഉണ്ട്. ഭക്ഷണക്രമമൊക്കെ നമ്മൾ സാധാരണ കഞ്ഞി കുടിക്കുന്നതും പയറും ഒക്കെ കഴിച്ചോളും. പ്രശ്നമൊന്നുമില്ല. സാധാരണ അയ്യന്മാരോട് ശല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഭക്ഷണം അന്നദാനത്തിന് തുടങ്ങുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് പിറയിപ്പോയി കിടക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നുള്ളൂ. പിന്നെ രാത്രിയിലൊന്നും വന്നാൽ വലിയ പമ്പിൽ വരുന്ന ആൾക്കാരൊന്നും അടുപ്പിക്കത്തില്ല. സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇഴച്ചന്തിക്കട് ബഹളമായിരിക്കും. പെരുമാപ്പിനെ വരെ കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റു നായകളുടെ കൂടെ പോവുകയോ അവയെ ഇടത്താവളത്തിലേക്ക് കയറ്റുകയോ ചെയ്യില്ല. കൃത്യമായി വാക്സിൻ എടുക്കുന്നുണ്ട്. വന്ധ്യകരണവും ചെയ്തു. ശബരിമല സീസൺ കഴിഞ്ഞാൽ ഇടത്താവളം പൂർണ്ണമായും ചിന്നുവിന്റെ നിയന്ത്രണത്തിലാവും. രണ്ടു വർഷം മുൻപ് ഒരു വാഹനാപകടം പറ്റിയിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ് ദിവസങ്ങളോളം ചിന്നു കിടപ്പിലായി. അപകടശേഷം ഒരു കാലിന് ചെറിയ ശേഷിക്കുറവുണ്ട്. എങ്കിലും കഴുത്തിലെ മണിയും കിലുക്കി ഇടത്താവളത്തിന് കാവലായുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.